എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു വ്യത്യസ്ത രുചിയായിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ. എഗ് മലായി ആണ്. കൂടുതൽ മസാല പൊടികളൊന്നും യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ. ഇത് നമുക്ക് അപ്പം, അതേപോലെ പൊറോട്ട, നെയ്പത്തിരി, ഈവൻ ചോറിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള കറിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ല ത്രിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഈ ഒരു മുട്ടക്കറി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്നിട്ടുള്ള ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ വേണ്ടിയിട്ട് വിട്ടുപോകരുത് കേട്ടോ. പിന്നെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലുള്ളൊരു പാന് ചൂടാകുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഞാനിവിടെ 5 കോഴിമുട്ട ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു മുട്ട നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഈ ഒരു മുട്ട അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയെന്ന് കഴിഞ്ഞാൽ ഇത് പതുക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഈ ഒരു പാനിൽ നമ്മളെടുത്ത് മാറ്റി കൊടുക്കാം. ഇനി ഇതേ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. വെളിച്ചെണ്ണ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. സവാള നമ്മൾ ഇതിലോട്ട് ഇടുന്ന സമയത്ത് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, നന്നായിട്ട് ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കയ്യിൽ ചോപ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോപ്പറിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് തരുമോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതെ, ഒരു സവാള, വലിയ സവാള മുഴുവനായിട്ടും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, അതുപോലെ 2 അല്ലി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം ഈ ഒരു സവാളയുടെ കൂടെ ഇട്ട് കൊടുത്തേക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ. വേറെ മസാല പൗഡറുകളൊന്നും നമ്മൾ ഈ ഒരു കറിയിൽ ഉപയോഗിക്കുന്നില്ല. എരിവിന് ആവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കുരുമുളക് പൊടിയും അതേപോലെ പച്ചമുളകുമാണ്. കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തുന്ന കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1.25 ഗ്ലാസ് അളവിൽ പശുവിൻ പാലാണ് കേട്ടോ. പശുവിൻ പാൽ ചേർക്കുന്ന സമയത്ത് പലരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഈ ഒരു കറിക്ക് വേറെ എന്തെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളൊരു സംശയം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ് സമയത്തും കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇതുപോലെ ആവശ്യത്തിന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള മുട്ട ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ ഒരു കറിയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മുട്ട കൂടി ഇട്ടിട്ട് നമ്മുടെ കറി ഒന്ന് തിളച്ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവസാനമായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 6 കാഷ്യൂനട്ട് നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒന്ന് അരച്ചെടുത്തതാണ്. ഇതെന്ന് പറയുന്നത് തീർത്തും ഓപ്ഷനിലാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു പേസ്റ്റിന് പകരമായിട്ട് നമ്മുടെ ഫ്രഷ് ക്രീം വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം കേട്ടോ. പക്ഷേ രണ്ടും ഓപ്ഷനിലാണ്. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും പശുവിൻ പാൽ ചേർത്താൽ മാത്രം ഈ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇതുകൂടി ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രേവി എന്ന് പറയുന്നത് ഒന്ന് തിക്കായി കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു പേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. ഇനി ഒരു 5 മിനിറ്റും കൂടി ആ ഒരു പച്ചമണം മാറുന്നവരെ ഈ കറി ഒന്ന് തിളച്ചോട്ടെ. സ്റ്റവ് ഓഫ് ചെയ്തതിന് തൊട്ട് മുന്നേ നമ്മൾ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മല്ലിയില, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, പിന്നെ ഒരു 2 പച്ചമുളക് നെടുകെ കീറിയെടുത്തിട്ട് ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. അതേപോലെ ഈ ഒരു കറി ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.